Hi, welcome to Nisha Spices. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ആണ്. അപ്പം അപ്സൈഡ് ഡൗൺ കേക്കിന് ആദ്യം വേണ്ടത് പൈനാപ്പിൾ ആണ്. അപ്പം ഒരു പൈനാപ്പിളിനെ ഞാൻ ജസ്റ്റ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ രണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയും ആ കേക്ക് ടിന്നിന്റെ അടിയിൽ കുറച്ച് പൈനാപ്പിൾ പീസസ് ഇങ്ങനെ വെക്കണം, സ്പ്രെഡ് ചെയ്യണം. അതാണ് അപ്സൈഡ് ഡൗൺ കേക്ക് എന്ന് പറയുന്നത് തന്നെ. അതിന്റെ പേര് അങ്ങനെയാണ് വെച്ചാൽ കേക്കിന്റെ മുകളിൽ വെച്ചിട്ട് കുറെ പൈനാപ്പിൾ പീസ് ഇരിക്കും, അതാണ് ഈ അപ്സൈഡ് ഡൗൺ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് അപ്സൈഡ് ഡൗണിന്റെ പൈനാപ്പിൾ പീസസ് ഞാൻ ഒന്ന് മുറിച്ചെടുക്കുവാണ്. അപ്പം ഒരു ഹാഫില് അതിന്റെ ഒന്ന് വട്ടത്തിലെടുക്കണം. വട്ടത്തിലെടുക്കാനായിട്ട് നടുക്കത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെച്ചിട്ട് തന്നെ ആകെ ഒന്ന് നമുക്ക് ആ ഒരു നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സ്ക്വയർ പോലത്തെ സാധനമൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ നൈഫ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. പീലറോ അങ്ങനത്തെ എന്തെങ്കിലും എളുപ്പമുള്ള സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് യൂഷ്വലി എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ഇങ്ങനെ ഒരു നൈഫ് വെച്ചിട്ട് വട്ടത്തിൽ അകത്തെ ആ വട്ടം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഒറ്റയടിക്ക് കട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഓരോ പീസായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് ഇങ്ങനെ മുറിച്ചെടുത്ത് നടുക്കൂടെ. ഇനി ഇത് തിൻ സ്ലൈസസ് ആക്കി മുറിച്ചെടുക്കാം. തിൻ സ്ലൈസസ് ആക്കി എടുക്കുമ്പോഴായിരിക്കും ആ പൈനാപ്പിള് കിടക്കുമ്പം കേക്ക് കടിക്കാനായിട്ട് ടേസ്റ്റ്. സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാനിലോട്ട് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് മെൽറ്റ് ആക്കണം. നന്നായിട്ടത് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഈ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ സ്ലൈസസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ പൈനാപ്പിള് കുറച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇച്ചിരി കളർ മാറും പൈനാപ്പിളിന്റെ. ഓരോ സൈഡും ഒരു ലേശം ഒരു ഗോൾഡൻ ബ്രൗൺ, ഒരു ഗോൾഡൻ കളറൊക്കെ ആയി മാറും ഓരോ സൈഡും. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഓരോ സൈഡും. പൈനാപ്പിൾ എന്ന നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. പൈനാപ്പിൾ പീസസ് കേക്ക് ടിന്നിന്റെ അടിയിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നാണ്. ഞാനൊരു സ്ക്വയർ ടിന്നാണ് എടുത്തേക്കുന്നത്. സാധാരണ എപ്പോഴും പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കൊക്കെ റൗണ്ട് ടിന്നിലാണ് യൂഷ്വലി ഉണ്ടാക്കാറ്. ഞാനൊരു കുട്ടി കേക്ക് ഒന്ന് സ്ക്വയർ ടിന്നിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഷുഗർ സിറപ്പ് ഉൾപ്പെടെ ഒരു സ്ക്വയർ ടിന്നിന്റെ സൈഡിലോട്ട് വെക്കുകയാണ്. കുറച്ച് ചെറിയും കൂടെ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുവാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി. പരിപാടി എന്ന് പറയുന്നത് മിക്സിയുടെ ഒരു ജാറിലോട്ട് 1/2 കപ്പ് പൈനാപ്പിളും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആവണം എന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയേ. കേക്കിനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്ത് വെക്കാം. അപ്പം ഒരു സ്ട്രെയിനറിലോട്ട് 1 കപ്പ് മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ, 250 ml കപ്പാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് അത് 2-3 പ്രാവശ്യം ഒന്ന് വേറെ വേറെ പാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് സീവ് ചെയ്തെടുക്കണം, നന്നായിട്ട് മിക്സ് ആവാനായിട്ട്. 3 മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഒന്നെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. പൈനാപ്പിൾ എസൻസ് ആണ് പൈനാപ്പിൾ കേക്കിന് നല്ലത് കേട്ടോ. നമ്മൾ അല്ലെങ്കിലും പൈനാപ്പിൾ ജ്യൂസൊക്കെ ചേർക്കുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ആ പൈനാപ്പിളിന്റെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ എസൻസ് ചേർക്കുവാണ്. 1 ടീസ്പൂണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ എടുത്തേക്കുന്നത്, അതുകൊണ്ട് 2 ടീസ്പൂൺ ചേർക്കുക. ഇനിയും 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഈ ഓയിലും
മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കണം. പൊടിച്ച പഞ്ചസാര ഇതിനകത്തോട്ട് ചേർക്കുവാണേ. പഞ്ചസാര പൊടിച്ചതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സീവ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ഈ ബാറ്ററിനകത്തോട്ട് ഇടുവാണ്. ഇനിയും ബീറ്റർ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു വിസ്കോ ഒരു സ്പാച്ചിലയോ ഒക്കെ വെച്ചിട്ട് പതുക്കെ, ഒത്തിരി ഓവർ സ്പീഡൊന്നും വേണ്ട, പതുക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. പിന്നെ നമ്മൾ കുറച്ച് പൈനാപ്പിള് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ഫ്രഷ് പൈനാപ്പിൾ എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചതും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ ഈ കേക്ക് ഭയങ്കര ഒരു പൈനാപ്പിൾ ഇൻഫ്യൂസ്ഡ് കേക്ക്, ഭയങ്കര പൈനാപ്പിളിൻ്റെ മണമായിരിക്കും കേക്ക് ബേക്കായി കഴിയുമ്പം. ആ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത കാരണം നല്ല ഫ്രഷ് പൈനാപ്പിളും എല്ലാം കൂടെ നല്ല അസല് മണമാണ് കേട്ടോ. പിന്നെ ഇച്ചിരി പൈനാപ്പിള് നേരത്തെ സോട്ട് ചെയ്ത് എടുത്തില്ല, ആ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ ആക്കി, ആ ഒരു സ്വീറ്റ് പൈനാപ്പിൾ, അതിൻ്റെ കുറച്ച് പൈനാപ്പിൾ ബാക്കിയുണ്ട്, അതും കൂടി അതിനകത്ത് ഇടുക. അതിനിച്ചിരി ഒരു പൈനാപ്പിളിനെ കുഞ്ഞായിട്ട് മുറിച്ച് അവിടെ ഇവിടെയും കുറച്ച് കടിക്കാൻ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റായി പൈനാപ്പിൾ, നല്ല ഷുഗറിൽ കോട്ട് ചെയ്ത പൈനാപ്പിൾ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റുള്ള പൈനാപ്പിളാണ്. കേക്ക് ബാറ്ററൊക്കെ റെഡിയായി. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് 1 ടീസ്പൂൺ വിനിഗർ ചേർക്കുവാണ്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനാണ് 1 ടീസ്പൂൺ വിനിഗർ ചേർക്കുന്നത്. ലാസ്റ്റായിട്ട് കേട്ടോ, ബേക്ക് ചെയ്യാൻ വെക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് വിനിഗർ ചേർക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് പതഞ്ഞിങ്ങനെ വെളുത്തൊന്ന് പതഞ്ഞ് വരും. ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. പൈനാപ്പിളൊക്കെ റെഡി ആയിട്ടിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനിയും ചെറുതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം. ഓവനിലാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വലിയൊരു പാത്രത്തിനകത്ത് അടിയിൽ ഉപ്പൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒരു സ്റ്റാൻഡ്, ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ്, ഒരു വലിയ പാത്രം അടച്ചു വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെക്കുക. അതിൻ്റെ പുറത്ത് ഈ ബേക്കിംഗ് ടിന്ന് ഇറക്കി വെച്ചിട്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് 5 മിനിറ്റ് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ, അത് കഴിഞ്ഞ് ഒരു 40 മിനിറ്റ്സ് ഏറ്റവും ലോ ഫ്ലെയിമിൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ചൂടൊക്കെ മാറി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി നല്ലൊരു കേക്കാണ്, നല്ല സോഫ്റ്റ് കേക്കുമാണ് കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലിരിക്കുന്ന കേക്കാണ്. ഇപ്പം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ തന്നെ വലിച്ചാൽ മതി, കുഴപ്പമില്ല. ഭയങ്കര രസമല്ലേ കാണാനായിട്ട്, എന്ത് രസമല്ലേ, നല്ല അസലായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര രസവും അസലും മണവും കേട്ടോ. പൈനാപ്പിളിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പൈനാപ്പിൾ അങ്ങനെ എനിക്ക് പൈനാപ്പിൾ അങ്ങനെ ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പം പൈനാപ്പിൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചില ഇങ്ങനെ പൈനാപ്പിൾ ഈ വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ഇത് ആദ്യം നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ സ്റ്റൂ ചെയ്ത് അങ്ങനെ വേവിച്ചെടുക്കാതെ തന്നെ ഡയറക്റ്റ് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചാലും പോരെയെന്ന് വിചാരിക്കും. അങ്ങനെ വെച്ചാലും ഒക്കെ മതി, പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഡയറക്റ്റ് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് നല്ല അസൽ ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെയാണ് മിക്കവാറും ചെയ്യുക. മറ്റേത് വേണമെങ്കിൽ ചെയ്യാം എന്നേ ഉള്ളൂ, പക്ഷെ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല ഡയറക്റ്റ് പൈനാപ്പിൾ പീസ് കട്ട് ചെയ്ത് വെക്കുന്നതിന്. ഇനിയും സൈഡിലെ ബട്ടർ പേപ്പർ ഇറക്കി മാറ്റണം. കേക്ക് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. ശരിക്കും ഒരു ബർത്ത്ഡേ കേക്കായിട്ട് വേണമെങ്കിലും ഇപ്പം വിപ്പിംഗ് ക്രീമൊക്കെ എന്നെപ്പോലൊരാൾക്ക് ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ ഫ്രോസ്റ്റിംഗ് ഒക്കെ ഒരു 2 ദിവസം തൊട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഭയങ്കര പാടാണ് എനിക്കൊക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ. ഇങ്ങനത്തെ കേക്ക്സ്, നോർമൽ ടീ കേക്ക്, അങ്ങനെ ഏത് ടൈപ്പ് കേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഫ്രോസ്റ്റിംഗ് എനിക്ക് ആലോചിക്കാനേ പറ്റാത്തൊരു ചെയ്യും. മുരളിയുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ചെയ്തു, പക്ഷേ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഫ്രോസ്റ്റിംഗ്. പക്ഷേ ഇതൊക്കെ കണ്ടില്ല, നല്ലൊരു സൂപ്പർ കേക്കാണ്. തൊട്ടാൽ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ പൈനാപ്പിളിൽ അവിടെ തൊടുമ്പോഴത്തേക്ക് അതിങ്ങനെ പൈനാപ്പിളിലെ ഷുഗർ സിറപ്പും എല്ലാം കൂടെ കയ്യിലോട്ട് ഇങ്ങനെ പൊട്ടുന്ന ഒരു പരുവാണ്. സൈഡിൽ നിന്ന് തൊട്ട് കാണിക്കുന്നത്, നല്ല ഇങ്ങനെ
ഞെങ്ങുന്ന ഭയങ്കര സോഫ്റ്റ്, സഹിക്കാൻ വയ്യാത്തത്ര കൊതി വരികയാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം, അപ്പോൾ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണ്. ഈ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓവൻ ഇല്ലെങ്കിലും സ്റ്റൗ ടോപ്പിൽ വെച്ച് നല്ല ഈസി ആയിട്ട് ഇതേ പെർഫെക്ഷനിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇതുവരെ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യും. പൈനാപ്പിൾ ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾ സൂപ്പറായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീട്ടിൽ എല്ലാവർക്കും ഡെഫിനറ്റായിട്ട് ഇഷ്ടപ്പെടും. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. കേക്കിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ, ടെക്സ്ചറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹൈറ്റും ഒക്കെ നല്ല കറക്റ്റ് ഹൈറ്റിൽ. ചെറിയ കേക്ക് ടിൻ എടുത്തുകൊണ്ടാണ് നല്ല ടോൾ കേക്കായിട്ട് കിട്ടിയത് കേട്ടോ. അത് 7 ഇഞ്ച് കേക്ക് ടിന്നാണ്. അപ്പം ഡെഫിനറ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടും സോഫ്റ്റായിട്ടുള്ള, നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെയും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു കേക്കായിരിക്കും. ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടില്ലോ എന്ന് പറയാം. നിഷാ സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.